അപ്പോൾ റമളാനിലും തറാവീഹുണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി, ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി, റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്, റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്. റമളാൻ മാസത്തിൽ അല്ലാത്തൊരു തറാവീഹ് നാട്ടുകാരെ നിങ്ങൾ കേട്ടുക. എന്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന ആളുകൾ, മുജാഹിദുകളാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ മൗലവിമാര് പറയുന്നതിന് അന്ധമായി തലവെച്ച് കൊടുത്തുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആവേശം മൂത്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്ന ഒരു രീതി മാറ്റിവെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. റമളാൻ അല്ലാത്ത ഒരു തറാവീഹ് നിങ്ങൾ കേട്ടുക. എന്താണ് ഈ പറയുന്നത്? ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതാ ഞാൻ അബദ്ധമല്ല. റമളാൻ അല്ലാത്ത ഒരു തറാവീഹ് പോയി, റമളാൻ അല്ലാത്ത കാലത്ത് ഒരു തറാവീഹ് നാട്ടുകാർക്കാർക്കും പരിചയമല്ല. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഒരു തറാവീഹ്. റമളാൻ അല്ലാത്ത കാലത്ത് ഞാനൊരു തറാവീഹ് നിസ്കരിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ട്? നിങ്ങൾ എന്തോ ഒരു വാദം വാദിക്കുക, അതിനൊരു ഹദീസ് ഉന്നയിക്കുകയും ചെയ്യുക. ഈ ഹദീസും ഈ വാദവും തമ്മിൽ ഒരു ബന്ധമല്ല. എന്താണ് ഈ പറയുന്നതെന്ന് ചിന്തിക്കണ്ടേ? നിങ്ങളെ നേതാക്കന്മാർ പോലും അത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നേതാക്കന്മാരെ എഴുതി വെച്ചതുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്. നിങ്ങളുടെ ഇ കെ മൗലവിയും MCC മൗലവിയും അതുപോലെ തന്നെ TK മുഹമ്മദ് മൗലവിയും ഒക്കെ എഴുതി വെച്ചത് എന്തേ നിങ്ങൾ മറന്നു പോകുന്നത്? ഇത് നിങ്ങളുടെ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്, നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖരായ 3 മൗലവിമാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഗണ്ണിക്കണം. ഇതിന് വിശദീകരണം ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ഒരു കാലത്ത് തോന്നിയത് പറയുക, പിന്നീട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ അതിനൊരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരിക. അതിനപ്പുറത്തേക്ക് ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഒരു മൗലവിയുടെ പഠനത്തിൽ കിട്ടിയത് പിന്നെ ഒരു അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യപ്പെടേണ്ടതാണോ മതം എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മതം വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷണം നടത്തുന്നത്. നിങ്ങൾ സർവ്വരാലും അംഗീകരിക്കപ്പെടുന്ന വഹാബികൾക്കാണ് ഞാൻ പറയുന്നത്. ഏത് വഹാബി മൗലവിമാരുണ്ടെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിലും അവർക്ക് സർവർക്കും അംഗീകാരമുള്ള വഹാബിസം 8 നിലയിൽ പൊട്ടി പല വിഭാഗങ്ങളായി മാറുന്നതിന് മുമ്പുള്ള നിങ്ങളെല്ലാവരും നേതാക്കന്മാരായി കാണുന്ന EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും മൗലവി TK മുഹമ്മദ് മൗലവി, ഈ 3 മൗലവിമാരാണ് ഈ പുസ്തകം ഇവിടെ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്ന് കാലത്ത് പഴയ കാലത്ത് നിങ്ങൾ ഇറക്കിയതായ പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ എന്താണ് ഈ മൗലവിമാര് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിച്ചത്? ഇവർ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട ആശയമാണിത്. 3-ാം നമ്പർ ഇട്ടുകൊണ്ട് സ്വലാത്തുൻ നഫ്ലി എന്ന അധ്യായത്തിൽ 3-ാമതായി കൊണ്ടുവരുന്ന സുന്നത്ത് നമസ്കാരം തറാവീഹ്. ഇതും ഇശായിന് ശേഷമാണ്, പക്ഷേ റമളാനിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെന്താ പറഞ്ഞത്? തറാവീഹ് റമളാനിൽ മാത്രമല്ല എന്നാണ്. ഇത് റമളാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ എഴുതി വെച്ചത്. ഇത് 20 റക്അത്ത് ഉണ്ട്. 2 പോയിന്റാ മനസ്സിലാക്കേണ്ടത്. റമളാനിലേ ഉള്ളൂ, ഇത് 20 റക്അത്ത് ഉണ്ട്. ഈ 2 റക്അത്തിലും സലാം വാജിബാണ്. നിങ്ങൾ ഈ കേരളക്കരയിൽ നിങ്ങളുടെ പാഠപുസ്തകമായി പ്രമുഖരായ 3 തലയെടുപ്പുള്ള മൗലവിമാർ പരിശോധിച്ച് എഴുതിയുണ്ടാക്കിയ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട പാഠപുസ്തകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലാ പറയുന്നത് ഒരു പ്രത്യേക നിസ്കാരം തന്നെയാണ് തറാവീഹ് എന്ന്. അത് റമളാനിൽ മാത്രമാണ് എന്ന്. അത് 20 റക്അത്താണ്. ഇനി വിത്റും തറാവീഹും നിങ്ങൾക്ക് ഒന്നാണല്ലേ. എന്നാൽ ബാബു സ്വലാത്തിൻ നഫ്ലി എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ തന്നെ 2-ാം